നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിക്കും CPM സംസ്ഥാന സെക്രട്ടറിക്കുമെതിരെ തിരിയുമോ എന്ന ആശങ്കയിലാണ് CPM. പതിവില്ലാത്ത വിധം മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും മുസ്ലിങ്ങൾക്കെതിരെ തിരിഞ്ഞതിൽ പ്രകോപിതനാണ് മുഹമ്മദ് റിയാസ്. ഇത്തരം നിലപാടുകളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ 2026 ബേപ്പൂരിൽ നിന്നും തനിക്ക് ജയിക്കാൻ കഴിയുമോ എന്ന ആശങ്ക റിയാസിനുണ്ട്. BJP വോട്ട് കരസ്ഥമാക്കി 2026 അധികാരത്തിലെത്താനുള്ള മുഖ്യമന്ത്രിയുടെ നീക്കങ്ങൾക്കാണ് റിയാസിന്റെ നിലപാടിലൂടെ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഒരു കാരണവശാലും മുസ്ലിങ്ങൾക്കെതിരെ സംസാരിക്കരുത് എന്നാണ് റിയാസിന്റെ നിലപാട്. വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയുടെ മകൾ തന്നെ റിയാസിന് പിന്തുണയുമായി രംഗത്തെത്തുമെന്നാണ് കേൾക്കുന്നത്. പാലക്കാട്ടെ പരാജയ കാരണം നിരത്താൻ കഴിയാത്ത പരക്കം പായുകയാണ് CPM. വിശദീകരണങ്ങളിൽ പലവട്ടം മലക്കം മറിയുകയും പോളിംഗിന് മുമ്പ് കോൺഗ്രസ് BJP ഡീല് ആരോപിച്ച CPM വടകരയിൽ ഷാഫി പറമ്പിലിനെ സഹായിച്ചതിന് പകരമായി പാലക്കാട് കോൺഗ്രസ് വോട്ടുകൾ BJPക്കാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ പാലക്കാട് കോൺഗ്രസ് വോട്ടുകളിൽ ഒരു വിഹിതമെങ്കിലും BJPയിലേക്ക് മറിയണം. എന്നാൽ സംഭവിച്ചത് തിരിച്ചാണ്. കഴിഞ്ഞ തവണ ഈ ശ്രീധരനിലൂടെ നേടിയ വോട്ടുകൾ പിടിച്ചെടുത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചരിത്ര ഭൂരിപക്ഷം നേടിയത്. ഇതോടെ CPMന്റെ വാദം വെള്ളത്തിലായി. കോൺഗ്രസും BJPയും തമ്മിൽ ഡീൽ ഉണ്ടായെന്നാണ് ഫലം വന്ന ശേഷം CPM പറഞ്ഞത്. K മുരളീധരനെ ലോക്സഭയിലും നിയമസഭയിലും എത്തിക്കാൻ പാടില്ല. K മുരളീധരൻ തൃശൂരിൽ തോറ്റതും പാലക്കാട് മത്സരിപ്പിക്കുമെന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ശുപാർശ കത്ത് AICC അംഗീകരിക്കാത്തതും ആ ഡീലിന്റെ ഭാഗമായാണ്. AK ബാലൻ പറഞ്ഞത് ഇതാണ്. അത് കൂടുതൽ വിശദീകരിക്കാൻ ബാലൻ തയ്യാറായില്ല. അതേസമയം മന്ത്രി P രാജീവ് വിശദീകരിക്കുന്നത് തൃശൂർ ഡീലിലാണ്. തൃശൂരിൽ BJPയെ സഹായിച്ചതിന് പാലക്കാട് കോൺഗ്രസിന് ഈ പ്രത്യുപകാരം ലഭിച്ചെന്നാണ് രാജീവിന്റെ കണ്ടെത്തൽ. അതേസമയം പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെ എല്ലാ CPM നേതാക്കളും ഒരേ സ്വരത്തിൽ പറയുന്നത് മറ്റൊന്നാണ്. പാലക്കാട്ടെ കോൺഗ്രസ് വിജയം SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വർഗീയതയുടെ വിജയമാണത്രേ. BJP ഭീഷണിയിലുള്ള മണ്ഡലങ്ങളിൽ വിജയസാധ്യതയുള്ള ഇതര മതേതര പാർട്ടി സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുക എന്നതാണ് കേരളത്തിൽ പുറത്ത് CPMന്റെയും പ്രഖ്യാപിത അടവ് നയമെന്നാണ് മനസ്സിലാകുന്നത്. പാലക്കാട് മുസ്ലിം സംഘടനകൾ ആ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മുസ്ലിം വോട്ടുകൾ കൂട്ടത്തോടെ രാഹുൽ മാങ്കൂട്ടലിന് ലഭിക്കുന്നത്. സംഘപരിവാറിന് ചെറുക്കുന്നവർ തങ്ങളാണ് എന്ന് ആണയിടുന്ന CPM സംഘപരിവാർ ജയിക്കാതിരിക്കാൻ ഒരു സമുദായം കാണിച്ച രാഷ്ട്രീയ ജാഗ്രതയെ വർഗീയ മുദ്രകുത്തി ആക്ഷേപിക്കുന്ന പ്രകടനമാണ് വൈരുദ്ധ്യമാകുന്നത്. ഇക്കാര്യം MV ഗോവിന്ദൻ പറഞ്ഞതിനേക്കാൾ ഉച്ചത്തിൽ ആവർത്തിച്ചത് പിണറായി വിജയനാണ്. അതാണ് റിയാസിനെ പ്രകോപിപ്പിച്ചത്. പാലക്കാട് CPM പ്രചരണത്തിലുടനീളം ഇക്കുറി ഈ നിലപാടിലെ വൈരുദ്ധ്യം മുഴുവൻ മുഴച്ചു നിൽക്കുകയാണ്. സാദിഖലി തങ്ങളെ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുനയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ച് വിശേഷിപ്പിച്ചതിന്റെ ലക്ഷ്യം BJP ചായ്വുള്ള ഭൂരിപക്ഷ വോട്ടുകളാണ്. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്ന ഭീകരർ എന്ന് നേരത്തെ പറഞ്ഞുവെച്ച CPM അതിനോട് ചേർത്ത് വെച്ച പാണക്കാട് തങ്ങൾക്കുമാരെ ഭീകരതയുടെ കരിനിഴലിലേക്ക് തള്ളുകയാണ്. നേരത്തെ അമീർ, ഹസൻ, കുഞ്ഞാലിക്കുട്ടി, കുഞ്ഞുമാണി, കുഞ്ഞാലിക്കുട്ടി എന്നുള്ള ആഖ്യാനങ്ങൾ മുന്നോട്ട് വെച്ച CPMന്റെ വർഗീയ കാടിന് തീവ്രത കൂടുന്നുവെന്ന ചുരുക്കം. തങ്ങൾക്കൊപ്പമില്ലാത്ത മുസ്ലിം സംഘടനകളെയല്ല വർഗീയതയുടെ കളത്തിലേക്ക് മാറ്റി നിർത്തുന്ന CPMന് സംഘപരിവാറിനോട് കൈകോർത്ത് നിൽക്കുന്ന ഇതര സമുദായ സംഘടനകളോട് ആ സമീപനമില്ല എന്ന വ്യാപക വിമർശനമുണ്ട്. ഡോക്ടർ P സരിൻ കോൺഗ്രസ് വിട്ട് വന്നത് സത്യസന്ധമായ നയമാറ്റമായി സ്വീകരിച്ചവർ BJPയിൽ നിന്ന് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യരെ RSSകാരനായി തന്നെ നിലനിർത്തുന്നു. സന്ദീപ് വാര്യരെ മുൻനിർത്തിയുള്ള വിവാദ പത്ര പരസ്യത്തിലൂടെ മുസ്ലിം വോട്ടിൽ വിള്ളൽ ഉണ്ടാക്കാനുള്ള നീക്കമാണ് വിലയിരുത്തപ്പെടുന്നത്. എല്ലാ പരീക്ഷണങ്ങളും പാളിയെങ്കിലും അത് CPM അംഗീകരിക്കുന്നില്ല. പാലക്കാട് തോറ്റത് പരിശോധിക്കുമെന്നല്ല, ജയിച്ചത് മുസ്ലിം വർഗീയത എന്നതാണ് ഇതുവരെ CPM നേതാക്കൾ പ്രതികരിച്ചത്. ഇത്തരം കാര്യങ്ങളിലെല്ലാം മന്ത്രി റിയാസ് പക്വതയാർന്ന സമീപനമാണ് സ്വീകരിച്ചത്. എന്നാൽ മുഖ്യമന്ത്രി അങ്ങനെയല്ല. അധികാരത്തിലെത്തിയ കാലത്ത് മുസ്ലിങ്ങളെ കയ്യിലെടുക്കാൻ പിണറായി ഹിന്ദുക്കളെ തള്ളിപ്പറഞ്ഞിരുന്നു. അതാണ് ശബരിമല പോലെയുള്ള വിഷയങ്ങളിൽ ഈ അന്തർലീനമായത്. അന്ന് റിയാസിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത് എന്ന ആക്ഷേപം ഉയർന്നിരുന്നു. എന്നാൽ BJP വോട്ടുകൾ കരസ്ഥമാക്കി പിണറായിയുടെ രണ്ടാം സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഇതിൽ മാറ്റം വന്നു. പിന്നീട് BJPയെ വാഴ്ത്താൻ തുടങ്ങി. BJP വിചാരിച്ചാൽ മൂന്നാമിടത്ത് സർക്കാർ രൂപീകരിക്കാൻ കഴിയുമെന്നാണ് പിണറായി വിശ്വസിക്കുന്നത്. ചേലക്കരയിൽ ഇടതിന് വോട്ട് കുറയുകയും BJPക്ക് വോട്ട് കൂടുകയും ചെയ്തത് അങ്ങനെയാണ്. ചേലക്കര ഓപ്പറേഷൻ വിജയിക്കുകയും പാലക്കാട് CPM BJP ചതിക്കുകയും ചെയ്തു. BJPയെ ഇത്തരത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി CPM പറ്റിക്കുന്നുണ്ട്. 30 വർഷം ഇടതുപക്ഷത്തിനൊപ്പമാണ് ജമാഅത്തെ ഇസ്ലാമി നിലകൊണ്ടത്. 2006 നവംബർ 22 പോപ്പുലർ ഫ്രണ്ട് രൂപീകരിക്കുന്നത്. നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന സംഘടനയുടെ പിൻഗാമിയായിട്ടാണ് സംഘടന രൂപീകരിക്കുന്നത്.
രൂപീകരിക്കപ്പെട്ടത്. സ്വാതന്ത്ര്യം, സുരക്ഷ, നീതി എന്നീ മുദ്രാവാക്യങ്ങളുമായി രൂപീകരിക്കപ്പെട്ട നവയുഗ സംഘടനയാണ് ഇത്. ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ, നാഷണൽ വിമൻസ് ഫ്രണ്ട് തുടങ്ങിയ പോഷക സംഘടനകളുള്ള പാർട്ടിക്ക് ഇസ്ലാമിക സമൂഹത്തിൽ ആഴത്തിൽ വേരോട്ടമുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന് മനുഷ്യാവകാശ സംരക്ഷണ പ്രവർത്തനങ്ങളുമായി ബന്ധമുണ്ട്. പ്രസ്ഥാനത്തിന് തന്നെ നിരവധി മനുഷ്യാവകാശ സംഘടനകളുമുണ്ട്. മുസ്ലിം സംവരണത്തിനായി സംഘടന ഏറെ നാളായി ശബ്ദം ഉയർത്തുന്നുമുണ്ട്. 2012 UAPA നിയമത്തിനെതിരെ സംഘടന നടത്തിയ സമരം ദേശീയ ശ്രദ്ധ ആകർഷിച്ചിരുന്നു. കേരളത്തിൽ മൂവാറ്റുപുഴ സ്വദേശി പ്രൊഫസർ TJ ജോസഫിനെ കൈവിട്ട കേസ് ഉൾപ്പെടെ പോപ്പുലർ ഫ്രണ്ട് നിരവധി കേസുകളിൽ പ്രതിസ്ഥാനത്തുമുണ്ട്. ആയുധം സൂക്ഷിക്കാൻ ഉൾപ്പെടെയുള്ള നിരവധി ആരോപണങ്ങൾ സംഘടനയ്ക്കെതിരെ ദേശീയ തലത്തിലും ഉയരുന്നുണ്ട്. എന്തായാലും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയമാണ് പുറത്തു പറഞ്ഞത് എന്ന ആക്ഷേപവും ഉണ്ട്. ഞങ്ങൾ കൃത്യമായ രാഷ്ട്രീയ വിമർശനമാണ് ഉന്നയിച്ചത്. അതിന് ഉടനെ മതപരമായ വികാരം രൂപപ്പെടുത്താനുള്ള വർഗീയത അജണ്ടയായി ചിലർ അതിനെ കൈകാര്യം ചെയ്യുന്നു. അപ്പോഴും മതപരമായ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വിശദീകരണമാണ് ലീഗ് നേതൃത്വം നൽകുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും ഈ തടങ്കൽ പാളയത്തിലാണ് ലീഗ്. മതവികാരം ആളിക്കത്തിക്കാൻ മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും ഒപ്പം ചേർന്ന് നടത്തുന്ന ഈ പ്രവർത്തനം തിരിച്ചറിയണം. പച്ചയായ വർഗീയത മുഖമുദ്രയായി മാറുകയും തങ്ങൾ ഇസ്ലാമിക രാഷ്ട്രത്തിനായി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന പരസ്യമായ നിലപാട് സ്വീകരിക്കുന്ന വിഭാഗമായി ജമാഅത്തെ ഇസ്ലാമി മാറി. ഇത് ജനാധിപത്യ വിരുദ്ധമാണ്. ഒരു ഭാഗത്ത് RSSന്റെ കൗണ്ടർ പാർട്ടാണ് ജമാഅത്തെ ഇസ്ലാമി. അതുകൊണ്ടാണ് ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്നത്, ഇനിയും എതിർക്കും. ഇത് പാർട്ടിയുടെ നിലപാടാണെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കുന്നു.